ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ആൾ മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വെണ്ടയ്ക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. വെണ്ടയ്ക്ക തോരൻ തയ്യാറാക്കാൻ ഇതുപോലെ കുറച്ച് വെണ്ടയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തീരെ മിറ്റിയ വെണ്ടയ്ക്ക എടുക്കരുത്, അത് തോരൻ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകില്ല. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ വെണ്ടയ്ക്കയെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ പിന്നെ വേണ്ടത് 3 അല്ലി വെളുത്തുള്ളിയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു മീഡിയം സൈസിലെ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്ന് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. അല്പം ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് നല്ല രീതിയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കാവുന്നതാണ്. വെണ്ടയ്ക്കയുടെ സ്റ്റിക്നെസ് ഒക്കെ മാറി വരുന്നതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ വെണ്ടയ്ക്കയുടെ സ്റ്റിക്നെസ് ഒക്കെ മാറി നന്നായി വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്നെസ് ഒക്കെ പാടെ മാറിയിട്ടുണ്ട്. ഈ സമയം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയം വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങ നന്നായി ചൂടായി കിട്ടിയാൽ മതിയാകും. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടാണ് ഈ തോരൻ നമുക്ക് കിട്ടുന്നത്. ഉറപ്പായും ഒരിക്കലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ല തയ്യാറാക്കുന്നത് എങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.